Theorem 7.9. Suppose limit n tends to infinity. Fn of x is equal to f of x. Put mn is equal to supremum of mod fn of x minus f of x. Then fn converges f uniformly on E if and only if mn tends to 0 as n tends to infinity. നമുക്ക് ലിമിറ്റ് n tends to infinity fn of x f of xയിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അതുപോലെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമം ഓഫ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് എം എൻ. ദെൻ നമ്മൾ പറയുകയാണ് എഫ് എൻ കൺവേർജസ് എഫ് യൂണിഫോംലി ഓൺ ഇ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എം എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് ഈ കണ്ടീഷൻ നടന്നാലേ ഇത് നടക്കുള്ളൂ, ഇത് നടന്നാലേ ഇത് നടക്കുള്ളൂ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് രണ്ടും പ്രൂവ് ചെയ്യണം. ഓക്കെ, ദെൻ പ്രൂഫ് നോക്കാം. സപ്പോസ് എം എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. mn tends to 0 as n tends to infinity. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? let epsilon greater than 0 then there exists n such that mn less than or equal to epsilon if n greater than or equal to n. അങ്ങനെ എഴുതിയൂടെ? അത് നമ്മൾ 1 അടയാളപ്പെടുത്തി. then for any x belongs to E it is clear that mod fn of x minus f of x is less than or equal to mn. അത് നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഓക്കെ, ദെൻ ബൈ 1 we have that n greater than or equal to n capital N and x belongs to E. നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഇതാണ് യൂണിഫോം കൺവേർജൻസിൻ്റെ കണ്ടീഷൻ. അത് സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹെൻസ് എഫ് എൻ ഓഫ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് കൺവേർജസ് എഫ് ഓഫ് എക്സ് യൂണിഫോംലി. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് രണ്ടാമത്തെ പ്രൂഫാണ്. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എഫ് എൻ ടെൻസ് ടു എഫ് യൂണിഫോംലി ഓൺ ഇ. യൂണിഫോംലി ആണ് കൺവേർജ് ചെയ്യണേന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ യൂണിഫോം കൺവേർജൻസ് തിയറം വെച്ച് നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? definition എന്താ? let epsilon greater than 0 then there exists an integer n such that mod fn of x minus f of x is less than or equal to epsilon whenever n greater than or equal to capital N and x belongs to E. that is എന്ത് നമുക്ക് കിട്ടി? if n greater than or equal to capital N ആണെങ്കിൽ then mod fn of x minus f of x is less than or equal to epsilon for every x belongs to E. അപ്പോൾ മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണെങ്കിൽ എന്തായാലും ഇതിൻ്റെ സുപ്രീമം വാല്യൂവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കും. അതിൻ്റെ സുപ്രീമം വാല്യൂവിനെയാണ് നമ്മൾ എം എന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് എം എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ. ദാറ്റ് ഈസ് എം എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതെന്ന് വെച്ചാൽ എന്താ? എം എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ ടെൻസ് ടു ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ എം എൻ എവിടേക്ക് ടെൻഡ് ചെയ്യും? 0ക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.